ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ, അതായത് ഒരു മടിയുള്ള ദിവസം കുക്ക് ചെയ്യാനൊക്കെ ഒരു ബോറടിക്കുന്ന ഒരു ദിവസം എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. സോ നമ്മൾ അതിനായി ഒരു മുളക് തൈരിലിട്ടത് അത്രയേ ഉള്ളൂ, സിമ്പിൾ കറിയാണ്. അതിനായി നമ്മളിവിടെ ഇത്തിരി ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. വെളിച്ചെണ്ണയോ നല്ലെണ്ണ ഏതെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് മുളക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുളകിനെയൊക്കെ ഒന്ന് രണ്ടായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് തേച്ച് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഉള്ളി, ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വയ്ക്കുക. ഉള്ളി മുറിച്ച് വയ്ക്കുക. ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഈ മുളകൊക്കെ ഒന്ന് നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്ത ശേഷം അതിനെ ഒന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അതിനെ മുരിച്ചെടുക്കുക കേട്ടോ. ഉള്ളിലും കുറച്ച് എണ്ണയൊക്കെ തേച്ചുകൊണ്ട് അത് പെട്ടെന്ന് മുരിഞ്ഞെടുക്കും, ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ നല്ല കട്ട തൈര് എത്ര ആവശ്യമുണ്ടോ അത്ര എടുത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിന് ഒത്തിരി ഉപ്പിട്ട് കുഴച്ച് വയ്ക്കുക കേട്ടോ. പാനിൽ കടുക് പൊട്ടിച്ച ശേഷം കറിവേപ്പില ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതൊന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് കുറച്ചൊന്ന് നല്ലോണം വഴന്ന് വരട്ടെ കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, then 1 സ്പൂൺ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇടാം. എന്താ വെച്ചാൽ ഇതും മുളകല്ലേ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇടും, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഇടുക. എന്നിട്ട് തൈരിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ വറുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു കറി തയ്യാറാണ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കൂ, ഒപ്പം വിമർശനങ്ങളും. ഓക്കെ, happy cooking.